من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. وجعلنا من الماء كل شيء حي أفلا يؤمنون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ ബഹുമാന്യരായിട്ടുള്ള വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സർവ്വലോക രക്ഷിതാവും അളവറ്റ ദയാപരനുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും അവന്റെ മാർഗനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ രഹസ്യ പരസ്യ മേഖലകളിൽ സൂക്ഷിച്ചുകൊണ്ട് തെറ്റുള്ളവരായിക്കൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തോടെന്ന പോലെ ഏവരെയും ആമുഖമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ ഇഷ്ടപ്പെടുന്ന അവന്റെ യഥാർത്ഥ ഇബാദുകളുടെ കൂട്ടത്തിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കറിയാം, ശക്തമായി കൊണ്ടുള്ള ചൂട് അനുഭവിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എത്രത്തോളം എന്ന് വെച്ചാൽ നമ്മുടെ ആരോഗ്യ വകുപ്പിന്റെ ഒക്കെ നിർദ്ദേശങ്ങൾ ഉഷ്ണ തരംഗത്തിന് സാധ്യതയുള്ള സമയങ്ങളിലൊക്കെ ജാഗ്രത പാലിക്കാനും ഉച്ച സമയത്ത് പുറത്തേക്ക് ഇറങ്ങുന്നത് പോലും ശ്രദ്ധിക്കണമെന്നുമൊക്കെയുള്ള വലിയ നിർദ്ദേശങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. ചില ആളുകളൊക്കെ സൂര്യാഘാതമേറ്റ് മരണപ്പെടുന്ന ഒരു അവസ്ഥ, മഴയുടെ ലഭ്യത അത് വളരെ ഇല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് നാം മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, അള്ളാഹുവിന്റെ ഏറ്റവും വലിയ അനുഗ്രഹത്തിൽപ്പെട്ട ഒന്നാണ് വെള്ളം എന്നുള്ളത്. എന്നാൽ പലപ്പോഴും നമ്മൾ അതിനെ കുറിച്ച് ആലോചിക്കുകയോ ചിന്തിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്യുന്നില്ല. ശക്തമായിക്കൊണ്ടുള്ള വരൾച്ച വരുമ്പോ അല്ലെങ്കിൽ ശക്തമായിട്ടുള്ള വേനൽ വരുമ്പോഴാണ് നമ്മൾ ആ വെള്ളത്തെ കുറിച്ച് അല്പമെങ്കിലും ഒന്ന് ബോധവാന്മാരാകുക, ചിന്തിക്കുക. അതല്ലാത്ത സമയത്ത് അതിനെക്കുറിച്ച് ചിന്തിക്കുവാനോ ആലോചിക്കുവാനോ നമ്മൾ സമയം കണ്ടെത്താറില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. നമ്മുടെ നിലനിൽപ്പിന്റെ, മനുഷ്യൻ എന്നല്ല ഭൂമി ലോകത്തുള്ള മുഴുവൻ ജീവജാലങ്ങളുടെയും നിലനിൽപ്പിന്റെ ആധാരമാണ് വെള്ളം എന്നുള്ളത്. മനുഷ്യരുമായി അത്രമേൽ ബന്ധപ്പെട്ട് കിടക്കുന്നു ജലം എന്നുള്ളത്, അല്ലേ? നമ്മുടെ ശരീരത്തിന്റെ 60% വെള്ളമാണ്. വെള്ളത്തിൽ നിന്നാണ് നാം ഉത്ഭവിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നുണ്ട്, വഹുവല്ലദീ ഖലഖ മിനൽ മാഇ ബശറാ വഹുവ
അവനാണ് അല്ലദീ ഖലഖ നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത് മിനൽ ബാഇ ബശറ വെള്ളത്തിൽ നിന്നും മനുഷ്യനെ സൃഷ്ടിച്ചത് അവനാണ്. അപ്പൊ നമ്മുടെ സൃഷ്ടിപ്പ് അത് വെള്ളത്തിൽ നിന്ന് നോക്കൂ നിങ്ങൾ. വിശുദ്ധ ഖുർആൻ മറ്റൊരു സൂറത്തുൽ അംബിയായിലൂടെ പറയുന്നുണ്ട് വജഅൽനാ മിനൽ മാഇ കുല്ല ഷൈഇൻ ഹയ്യ് അഫലാ യുഅ്മിനൂൻ വജഅൽനാ മിനൽ മാഇ കുല്ല ഷൈഇൻ ഹയ്യ് ജീവനുള്ള എല്ലാത്തിനെയും നാം വെള്ളത്തിൽ നിന്നുമാണ് ഉണ്ടാക്കിയത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അഫലാ യുഅ്മിനൂൻ അവർ വിശ്വസിക്കുന്നില്ല എന്ന് അല്ലാഹു ചോദിക്കുന്നുണ്ട്. അപ്പോ വെള്ളവുമായി കൊണ്ട് നമ്മൾ അത്രമേൽ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നർത്ഥം. വെള്ളത്തിൽ നിന്നാണ് നമ്മുടെ ആരംഭം, അല്ലെ? ഒരു ഇന്ദ്രിയത്തുള്ളിയിൽ നിന്നാണ് നമ്മുടെ ആരംഭം. അങ്ങനെ യാത്ര തുടങ്ങിയ നമ്മൾ നമ്മുടെ ജീവിതയാത്ര അവസാനിക്കുമ്പോ ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടിയിട്ട് നമ്മൾ കേഴും. ആ മരണത്തിന്റെ സമയത്ത് അപ്പോഴും നമുക്ക് വേണ്ടത് വെള്ളമാണ്. നമുക്ക് ജീവിക്കാൻ ദുനിയാവിൽ വെള്ളം വേണം. അതോടൊപ്പം തന്നെ ഈ ലോകത്ത് നിന്ന് യാത്ര പറഞ്ഞു പോകുമ്പോ ഒരു സമുദ്രത്തിലെ വെള്ളം കുടിച്ചു വറ്റിക്കാൻ അത്രമാത്രം ദാഹം അനുഭവപ്പെടുമെന്നാണ് മരണത്തിന്റെ സമയത്ത്. അപ്പോഴും നമ്മൾ വെള്ളത്തിന് വേണ്ടിയിട്ട് കേഴുമെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ഈ വെള്ളത്തെ കുറിച്ച്? നമ്മൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള ഈ റഹ്മത്തിനെ കുറിച്ച്? വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടാവിനെ പരിചയപ്പെടുത്തിയ സ്ഥലത്തൊക്കെ അല്ലാഹു കൂട്ടിച്ചേർത്ത് പറഞ്ഞത് അവനാണ് നിങ്ങൾക്ക് വെള്ളം നൽകുന്നത് എന്നുള്ള വലിയൊരു പ്രത്യേകതയാണ്, അല്ലെ? അല്ലാഹുവാണ് നിങ്ങൾക്ക് വെള്ളം നൽകുന്നത്. ഉപരിയിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഈ ലോകത്തുള്ള മുഴുവൻ ചരാചരങ്ങൾക്കും ജീവജാലങ്ങൾക്കും സസ്യലതാദികൾക്കും ആവശ്യമായിട്ടുള്ള വെള്ളം നൽകുന്നവൻ അവനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. ജലദാതാവ് അല്ലാഹുവാണ്. അത് സൃഷ്ടാവിന്റെ കഴിവിൽപ്പെട്ടതാണ്, അല്ലേ? നമ്മള് ദുനിയാവില് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, ശാസ്ത്രം പറഞ്ഞ കാര്യങ്ങൾ 2 ഹൈഡ്രജനും 1 ഓക്സിജനും കൂടി ചേർന്നതാണ് ജലം എന്നുള്ളത്. എന്നാൽ ശാസ്ത്രം ഇത്രയേറെ പുരോഗതി പ്രാപിച്ചിട്ടും എന്തേ 2 ഹൈഡ്രജനും 1 ഓക്സിജനും ഉപയോഗിച്ച് ഒരു ജലകണിക സൃഷ്ടിക്കാൻ സാധിക്കാത്തത്? ഇവിടെയാണ് സൃഷ്ടാവിന്റെ കഴിവിനെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കേണ്ടത്. നമുക്ക് ആർക്കും വെള്ളം നൽകുവാൻ സാധ്യമല്ല. ഈ ശാസ്ത്രം ഇത്രമേൽ വളർന്നിട്ടും എന്തുകൊണ്ട് മഴ വർഷിപ്പിക്കുവാൻ സാധിക്കുന്നില്ല? നമുക്ക് കേൾക്കാറുണ്ട് ചില വാർത്തകളൊക്കെ, കൃത്രിമമായിട്ടുള്ള മഴ വർഷിപ്പിക്കും, കോടികൾ ചെലവാക്കിയിട്ടുണ്ട്. കൃത്രിമ മഴ, പക്ഷെ അതൊന്നും, അതെല്ലാം പരാജയമാണ്, സക്സസ് ആകുന്നത്. അതുകൊണ്ട് തന്നെ സൃഷ്ടാവിന്റെ കഴിവിൽപ്പെട്ടതാണ് ആ വെള്ളം അത് ഇറക്കി തരിക എന്നുള്ളത്, ആ വെള്ളം നൽകുക എന്നുള്ളത്. വിശുദ്ധ ഖുർആൻ നമ്മോട് ചോദിക്കുന്ന, നമ്മുടെ ചിന്തയെ തട്ടിയുണർത്തിക്കൊണ്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അഫറഅയ്തുമുൽ മാഅല്ലദീ തശ്റബൂൻ അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ. നോക്കൂ നിങ്ങൾ, അഫറഅയ്തുമുൽ മാഅ, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ വെള്ളത്തെ കുറിച്ച്? അല്ലാഹു ചോദിക്കുക നമ്മളോട്. വെള്ളം യഥേഷ്ടം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന, ദാഹമകറ്റാൻ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളോട് റബ്ബ് ചോദിക്കുകയാണ്, അഫറഅയ്തും, നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അൽ മാഅ, ആ വെള്ളത്തെ കുറിച്ച്. എങ്ങനെയുള്ള വെള്ളമാണ്? അല്ലദീ തശ്റബൂൻ, നിങ്ങൾ ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ഉണ്ടല്ലോ, അതിനെ കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? എന്നിട്ട് അടുത്ത ചോദ്യം, അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്ൻ, ആ മഴമേഘ കീറുകൾക്കിടയിൽ നിന്ന് ആ വെള്ളത്തെ, ആ മഴയെ വർഷിപ്പിക്കുന്നത് നിങ്ങളാണോ? അതല്ല അം നഹ്നുൽ മുൻസിലൂൻ, നാം ആണോ? അതാണ് ചോദ്യം. നിങ്ങളാണോ ആ മഴയുടെ, ആ മഴമേഘ കീറുകളിൽ നിന്ന്, ആ മേഘങ്ങൾക്കിടയിൽ നിന്ന് മഴയെ വർഷിപ്പിക്കുന്നത് നിങ്ങളാണോ? അതല്ല നാം ആണോ? അല്ലാഹുവിന്റെ ചോദ്യം. അപ്രകാരം തന്നെ റബ്ബ് പറയുകയാണ്, ലൗ നശാഉ ജഅൽനാഹു ഉജാജ ഫലൗലാ തഷ്കുറൂൻ. നോക്കൂ നിങ്ങൾ, അല്ലാഹുവിന്റെ അനുഗ്രഹം എത്രമാത്രം.
റബ്ബ് പറയാണ്, ലൗ നശാഉ, നാം എങ്ങാനും ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ജഅൽനാഹു ഉജാജ, നാം അതിനെ ഉപ്പുരസമുള്ളതാക്കി തീർക്കുമായിരുന്നു. ഈ സമുദ്രത്തിന്റെ ആ ശക്തമായിക്കൊണ്ടുള്ള ഉപ്പുള്ള ആ സമുദ്രത്തിൽ നിന്ന് ആ ജലകണങ്ങൾ നീരാവിയായിക്കൊണ്ട് മുകളിലേക്ക് ഇറങ്ങി ഘനീഭവിച്ച് കാർമേഘങ്ങളായി രൂപപ്പെട്ട്, പ്രിയപ്പെട്ടവരെ, അതിൽ നിന്നും വരുന്ന വെള്ളം നോക്കൂ നിങ്ങൾ. ഉപ്പുള്ള വെള്ളമാണോ? ഉപ്പുരസമുള്ള വെള്ളമാണോ? എന്ത് തെളിച്ചമുള്ള തെളിമയുള്ള സ്വച്ഛമായിക്കൊണ്ടുള്ള വെള്ളം ഇറക്കി തന്നത് ആരാണ്? റബ്ബ് പറയാണ്, നാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അതിനെ ഉപ്പുള്ളതാക്കി തീർക്കുമായിരുന്നു. പക്ഷേ നിങ്ങൾ ചിന്തിക്കുന്നില്ല, നിങ്ങൾ നന്ദി കാണിക്കുന്നില്ലല്ലോ അതിന്. നിങ്ങൾ എന്താ നന്ദി കാണിക്കാത്തത്? അള്ളാഹു നിങ്ങൾക്ക് യഥേഷ്ടം വെള്ളം ഇറക്കി തരുന്നില്ല. നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളം, ഉപ്പുരസമില്ലാത്ത വെള്ളം, കലർപ്പില്ലാത്ത വെള്ളം ഇറക്കി തരുന്നുണ്ടല്ലോ. പക്ഷേ നിങ്ങൾ നന്ദി കാണിക്കുന്നില്ലല്ലോ. സൂറത്ത് വാക്യയുടെ 68 മുതൽ 70 വരെയുള്ള വചനങ്ങളുടെ റബ്ബ് നമ്മളോട് ചോദിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ വെള്ളം നൽകിയതിന് നമ്മൾ നന്ദി കാണിച്ചിട്ടുണ്ടോ? നമ്മൾ ഇത്രയും കാലം ഉപയോഗിച്ചിട്ടുള്ള വെള്ളം, കുടിച്ചിട്ടുള്ള വെള്ളം, ആ വെള്ളത്തിന്റെ വിഷയത്തിൽ അള്ളാഹുവിന് നന്ദി കാണിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. വെള്ളമില്ലാത്തതിന്റെ പേരിൽ ആവലാതിയും പരിഭവവും നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, അല്ലേ? വെള്ളം കിട്ടാത്തതിന്റെ പേരിൽ, വെള്ളം കുറഞ്ഞതിന്റെ പേരിൽ, മഴയുടെ ദൗർലഭ്യത്തിന്റെ പേരിൽ നമ്മളിങ്ങനെ ആവലാതിയും പരാതിയും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മളോട് ആ റബ്ബ് ചോദിക്കുന്നത്, ആ വെള്ളത്തിന് നിങ്ങൾ നന്ദി കാണിച്ചിട്ടുണ്ടോ? മനുഷ്യന്മാരെ, നമ്മൾ നന്ദി കാണിച്ചിട്ടുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഇറക്കി തന്ന ശുദ്ധമായിട്ടുള്ള വെള്ളത്തിന് എന്ത് വിശുദ്ധ ഖുർആൻ ചോദിക്കുകയാ, അല്ലേ? ഒരു ഇറക്ക് വെള്ളം കുടിക്കുമ്പോ അൽഹംദുലില്ലാ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അല്ലാഹു പറയാണ്, ഇന്നല്ലാഹ ലയർദാ അനിൽ അബ്ദി അൻ യഅകുലൽ അഖലത ഫയഹ്മദുഹും അലൈഹാ. നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല ലയർദാ, അവൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു. അല്ലാഹുക്ക് തൃപ്തിയാണ്. എങ്ങനെയാണെങ്കിൽ അനിൽ അബ്ദി, തന്റെ അടിമയിൽ നിന്ന്, അൻ യഅകുലൽ അഖലത, അവൻ ഒരു പിടി ഉരുള അല്ലെങ്കിൽ ഭക്ഷണം അവൻ കഴിക്കുന്നു. ഫയഹ്മദുഹും അലൈഹാ, അതിന്റെ പേരിൽ അല്ലാഹുവിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാ, ഒരു നേരത്തെ ഭക്ഷണം കിട്ടിയതിന് അല്ലാഹുവിനെ സ്തുതിക്കുന്നു. അങ്ങനെയുള്ള ആളെ അല്ലാഹു തൃപ്തിപ്പെടും. അപ്രകാരം തന്നെ വെള്ളം കുടിക്കുന്നു. അങ്ങനെ വെള്ളം കുടിച്ചതിന് ശേഷം ഫയഹ്മദുഹും അലൈഹാ, അതിന്റെ പേരിൽ അല്ലാഹുവിന് സ്തുതികൾ അർപ്പിക്കുന്നു. അൽഹംദുലില്ലാ, ശുദ്ധമായിട്ടുള്ള സ്വച്ഛമായിട്ടുള്ള എന്റെ ദാഹത്തെ ശമിപ്പിക്കാൻ പറ്റിയിട്ടുള്ള വെള്ളം നൽകിയ റബ്ബിനെ സ്തുതിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു ആ അടിമയെ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അപ്പൊ ആ വെള്ളത്തിന് നന്ദി കാണിക്കണം. റബ്ബ് നൽകുന്നത് ആ വെള്ളം വേറൊരാൾക്കും നൽകാൻ കഴിയൂല. ജലദാതാവ് അല്ലാഹുവാണ്. അത് വിശുദ്ധ ഖുർആൻ കൃത്യമായി കൊണ്ട് പഠിപ്പിച്ച കാര്യങ്ങളാണ്, അല്ലെ? ഇന്ന് ചില ആളുകളൊക്കെ നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക, മഴ വർഷിപ്പിച്ച ആൾക്കാർ, അല്ലെ? ചില ഔലിയാക്കന്മാരുടെ പേരുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ആളുകൾ പരാതി പറഞ്ഞു, വലിയ ക്ഷാമമുള്ള സമയത്ത്, വലിയ ക്ഷാമം ബാധിച്ചപ്പോ ആൾക്കാര് ഒരാളെടുത്ത്, ഒരു ഔലിയന്റെ അടുത്ത് പോയി പരാതി പറയുകയാണ്, വെള്ളമില്ല. നമ്മുടെ നാട്ടു മേഖലയിലൊക്കെ ഉള്ള ഒരു ഔലിയ എന്ന് പറയപ്പെടുന്ന ഒരാള്, ഔലിയ എന്നല്ല, പ്രിയപ്പെട്ടവരെ, എന്നിട്ട് അവിടെ പോയിട്ട് വെള്ളമില്ല എന്ന് പറയുകയും കള്ള കറാമത്തിന്റെ കഥകൾ ഇങ്ങനെ പ്രചരിപ്പിച്ചു കൊടുക്കുക. അദ്ദേഹം എങ്ങനെ വെള്ളം കൊടുത്തത്? അദ്ദേഹം അവിടെ നിന്നിട്ട് അങ്ങോട്ട് മൂത്രം ഒഴിച്ചു കൊടുത്തു. അതാ വരുന്നു വലിയ മഴ. ഇങ്ങനെയുള്ള കള്ള കഥകളൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലുമാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ മീക്കായിലെ നേരിട്ട് വിളിച്ച് മഴ വർഷിപ്പിച്ച കള്ളക്കഥകൾ എത്രയാ നമ്മൾ കേട്ടിട്ടുള്ളത്? അല്ലാഹ് പറയുകയാണ്, അഫറഅയ്തുമുൽ മാഅല്ലദീ തശ്റബൂൻ അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ. നിങ്ങളാണോ അതല്ല നാമാണോ മഴ വർഷിപ്പിക്കുന്നത്? റബ്ബാണ്, അല്ലാഹുവാണ്. അല്ലാഹുവിന്റെ കഴിവിൽപ്പെട്ടതാണ് മഴ. എവിടൊക്കെ, ഏതൊക്കെ രീതിയിൽ, ഏതൊക്കെ അളവില്, ഏതൊക്കെ സമയത്ത്, അല്ലെ? അള്ളാഹു മഴ ഇടുന്ന കാലം അതാണ് മഴക്കാലം.
അള്ളാഹു എപ്പോഴാണോ മഴ തരുന്നത് അത് മഴക്കാലം അല്ലെ. എല്ലാം അള്ളാഹുവിന്റെ കഴിവിൽപ്പെട്ടതാണ്. ഇന്നാലിന്ന ഞാറ്റുവേല കൊണ്ട് അല്ലെങ്കിൽ ഇന്നാലിന്ന നക്ഷത്രങ്ങൾ കൊണ്ട് മഴ ലഭിച്ചു എന്ന് പറയാൻ പാടില്ല എന്ന മുത്തുറില്ല. അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ട് മഴ ലഭിച്ചു എന്നാണ് ഒരു വിശ്വാസിയുടെ വിശ്വാസം. അവൻ അതാണ് പ്രഖ്യാപിക്കേണ്ടത്. അപ്പോ നമ്മൾ മനസ്സിലാക്കുക, ഈ വെള്ളത്തിന് അള്ളാഹു നൽകിയിട്ടുള്ള ഈ വെള്ളത്തിന് നാം നന്ദി കാണിക്കണം. ആ വെള്ളത്തിന് നമ്മൾ ശുക്ർ കാണിക്കണം എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. എങ്ങനെയാ നമ്മൾ ശുക്ർ കാണിക്കുക? അള്ളാഹുവിന് നന്ദിയുള്ള അടിമയായിക്കൊണ്ട് ജീവിക്കുക. അപ്രകാരം തന്നെ ആ വെള്ളത്തിന്റെ വിഷയത്തിൽ ശുക്ർ കാണിക്കൽ കേവലം നാവ് കൊണ്ട് പറയൽ മാത്രമല്ല. അത് നമ്മൾ ശ്രദ്ധിച്ചു മനസ്സിലാക്കണം. ആ വെള്ളത്തെ മിതമായി കൊണ്ട് ഉപയോഗപ്പെടുത്തൽ, ഏറ്റവും നല്ല രീതിയിൽ വെള്ളം വിനിയോഗിക്കൽ. അമിതമായി കൊണ്ട് ഉപയോഗിക്കാൻ പാടില്ല, ധൂർത്തടിക്കാൻ പാടില്ല, ഇസ്രാഫ് പാടില്ല. അല്ലെ, നമ്മളിപ്പോ വെള്ളം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിച്ചാണ് ഉപയോഗിക്കുന്നത്. അല്ലെ, വെള്ളത്തിന്റെ കുറവുള്ളതുകൊണ്ട് വീടുകളിലൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിച്ച് സൂക്ഷ്മതയോടുകൂടിയാണ് വെള്ളം ഉപയോഗിക്കുന്നത്. എങ്കിൽ വെള്ളം യഥേഷ്ടമുള്ള സമയത്ത് നമ്മൾ എങ്ങനെയായിരുന്നു? ആ സൂക്ഷ്മത നമുക്ക് ഉണ്ടായിരുന്നോ? എന്തേ ആ സൂക്ഷ്മത നഷ്ടപ്പെട്ടു പോയത്? അത് പാടുണ്ടോ വിശ്വാസികൾക്ക്? വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുകയാണ്, കുലൂ വശ്റബൂ വലാ തുസ്രിഫൂ ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. കുലൂ വശ്റബൂ, നിങ്ങൾ തിന്നോളൂ, നിങ്ങൾ കുടിച്ചോളൂ, പക്ഷേ വലാ തുസ്രിഫൂ, നിങ്ങൾ ധൂർത്തടിക്കാൻ പാടില്ല, അമിതമായി കൊണ്ട് ദുർവിനിയോഗം ചെയ്യാൻ പാടില്ല. കാരണം എന്താ? ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. ധൂർത്തടിക്കുന്നവരെ അല്ലാഹുവിന് ഇഷ്ടമില്ല. അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അപ്പൊ ധൂർത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്കൊക്കെ വരിക സമ്പത്ത് അനാവശ്യമായി കൊണ്ട് ചെലവഴിക്കുക. അത് മാത്രമല്ല, വെള്ളത്തിന്റെ വിഷയത്തിൽ ധൂർത്തുണ്ട്, വെള്ളത്തിന്റെ വിഷയത്തിൽ അമിതമായി കൊണ്ട് ചെലവഴിക്കലുണ്ട്. അല്ലെ, നമ്മളൊക്കെ ആ കൂട്ടത്തിൽ എടുത്തു നോക്കിയാല് എവിടെ നിൽക്കുന്നു? അമിതവ്യയം ചെയ്യുന്ന ആളുകളാണോ? വെള്ളം ധൂർത്തടിക്കുന്ന ആളുകളാണോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അല്ലെ, വുദൂവിന്റെ വിഷയത്തില്, കുളിയുടെ വിഷയത്തില്, വീട്ടാവശ്യങ്ങൾക്ക്, വാഹനം കഴുകാനൊക്കെ വെള്ളം ഉപയോഗിക്കുമ്പോ തോന്നിയ രീതിയിൽ ഒരു ശ്രദ്ധയുമില്ലാതെ അലക്ഷ്യമായിട്ടാണോ നമ്മൾ വെള്ളം കൈകാര്യം ചെയ്യുന്നത് എങ്കിൽ നമ്മൾ പേടിക്കണം. കാരണം അള്ളാഹ്ക്ക് നന്ദി കാണിക്കൽ അല്ലാതെ, അള്ളാഹ്ക്ക് നന്ദി കാണിക്കൽ, ആ വെള്ളം തന്നതിന് അള്ളാഹ്ക്ക് നന്ദി കാണിക്കൽ, ആ വെള്ളം മിതമായി കൊണ്ട് സൂക്ഷ്മതയോടുകൂടി ചെലവഴിക്കുന്നതിലൂടെയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. നമുക്ക് എല്ലാത്തിനും മാതൃക നമ്മുടെ റസൂലാണല്ലോ. അല്ലേ, പ്രവാചകനാണല്ലോ നമുക്ക് മാതൃക കാണിച്ചു തന്നത് എല്ലാ വിഷയത്തിലും. നോക്കൂ നിങ്ങൾ, ആ പ്രവാചകന്റെ മാതൃക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കുളിക്കുമ്പോൾ, വുദൂ എടുക്കുമ്പോൾ എന്തുമാത്രം സൂക്ഷ്മത കാണിച്ചു തരും. പ്രവാചകൻ കുളിച്ചത് ചിലപ്പോ ഒരു സ്വാമി വെള്ളത്തിൽ പ്രവാചകൻ കുളിച്ചിട്ടുണ്ട്. 5 മുദ്ദ് വരെ വെള്ളത്തിൽ പ്രവാചകൻ കുളിച്ചിട്ടുണ്ട്. ഒരു മുദ്ദ് വെള്ളം കൊണ്ട് പ്രവാചകൻ വുദൂ എടുത്തിട്ടുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ നമുക്ക് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു തരികയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ വുദൂ എടുക്കുന്നത് എങ്ങനെയാ? പള്ളിയിൽ നിന്നാകട്ടെ, വീട്ടിൽ നിന്നാകട്ടെ, പൈപ്പങ്ങട്ട് തുറന്നിട്ടിട്ട് ഒരു കണക്കുമില്ലാത്ത രീതിയിൽ വെള്ളം അങ്ങനെ പോകുന്നുണ്ടാവും. അല്ലെ, വെള്ളം അങ്ങനെ പോകുന്നുണ്ടാവും. അനാവശ്യമായി കൊണ്ട് വെള്ളം ചെലവഴിക്കാൻ പാടില്ല. നോക്കൂ നിങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലൂടെ നടന്നുപോയി. ആ സമയത്ത് വഹുവ യതവല്ലഹു, സഅദ് റളിയല്ലാഹു അൻഹു വുദൂ എടുക്കുകയായിരുന്നു. ഇത് കണ്ടപ്പോൾ പ്രവാചകൻ ചോദിച്ചു, അല്ല സഅദ്, എന്തൊരു ധൂർത്താണിത്? ആരോടാ ചോദിക്കുന്നത്? സഅദ് റളിയല്ലാഹു അൻഹു വുദൂ എടുക്കുകയാണ്. ആ വുദൂ എടുക്കുമ്പോ അല്ലാഹ്, എന്തൊരു ധൂർത്താണ് സഅദേ എന്ന്. ഫഖാല, ഇത് കേട്ടപ്പോൾ സഅദിന് വല്ലാത്ത ആശ്ചര്യം. അഫിൽ വുദൂഇ ഇസ്റാഫുൻ, അല്ല റസൂലേ, വുദൂയിൽ ധൂർത്തുണ്ടോ? അങ്ങനെ ഒരു ധൂർത്തുണ്ടോ? വുദൂയിൽ ധൂർത്ത്? ഖാല, അല്ലാഹുവിന്റെ പ്രവാചകൻ, ലോകത്തിന്റെ നേതാവ് പഠിപ്പിച്ചു കൊടുക്കുന്നു, നഅം, അതെ, ധൂർത്തുണ്ട്. വെള്ളത്തിന്റെ വിഷയത്തിൽ, വുദൂവിന്റെ വിഷയത്തിൽ ധൂർത്തുണ്ട്. എന്നിട്ട് പ്രവാചകൻ കൊടുക്കുന്ന വലിയൊരു നിർദ്ദേശമുണ്ട്, ഉപദേശമുണ്ട്. നോക്കൂ നിങ്ങൾ,
വഇൻ കുൻത അലാ നഹരിൻ ജാരിൻ, സഅദേ നീ ഒരു ഒഴുകുന്ന നദിയിൽ നിന്ന് ഉളു എടുക്കുകയാണെങ്കിൽ പോലും അമിതമായി കൊണ്ട് വെള്ളം എടുക്കാൻ പാടില്ല. എങ്ങനെ? ഒരു നദി ഇങ്ങനെ ഒഴുകിക്കൊണ്ട് കുത്തി ഒലിച്ചുകൊണ്ടിരിക്കുന്ന നദിയാണ്, ഇഷ്ടം പോലെ വെള്ളമില്ലേ, തോന്നിയ പോലെ അതിൽ നിന്നും വെള്ളമെടുത്ത് ഉളു എടുക്കാൻ പാടില്ല എന്ന് ലോകത്തിന്റെ നേതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നോക്കൂ നിങ്ങൾ പ്രിയപ്പെട്ടവരെ, ഇതാണ് വിശ്വാസികളുടെ മാതൃകയാണ്, അതാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ പാത ചര്യ. അപ്പൊ നമ്മുടെ വെള്ളത്തിന്റെ വിഷയത്തിലൊക്കെ നമ്മൾ ഗൗരവത്തിൽ കാണേണ്ടതാണ്. കാരണം വെള്ളത്തിന് ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ കിണറുകളിലും ജലാശയങ്ങളിലും ഒക്കെ വെള്ളം ഇങ്ങനെ ഗണ്യമായി കൊണ്ട് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഇപ്പം മാത്രം കേട്ടാ പോരാ, വേനലിൽ മാത്രം ഇതിനെ കുറിച്ച് മനസ്സിലാക്കിയാൽ പോരാ, മഴക്കാലത്തും അല്ലാഹുവിന്റെ റസൂലിന്റെ നിർദ്ദേശം എങ്ങനെയാ? ഒഴുകുന്ന നദിയിൽ നിന്നാണെങ്കിൽ പോലും സൂക്ഷ്മതയോടുകൂടിയ വെള്ളമെടുക്കാൻ പാടുള്ളൂ എന്ന് പ്രവാചകൻ പഠിപ്പിച്ചില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, അത് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുവാൻ, അത് ശ്രദ്ധിക്കുവാൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട് എന്ന് ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കിണറുകളിലൊക്കെ വെള്ളം കുറഞ്ഞുകൊണ്ടിരിക്കും അല്ലെ. നമ്മുടെ അയൽപ്പക്കത്തിൽ ഇപ്പോൾ വെള്ളത്തിന് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ടാവും. അത് കണ്ടില്ല കേട്ടില്ല എന്ന് അടിച്ച് മുന്നോട്ട് പോകാൻ വിശ്വാസിക്ക് പാടില്ല. വെള്ളത്തിന് പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലെ. നമ്മുടെ ചുറ്റുവട്ടത്തും നമ്മുടെ അടുത്ത് വെള്ളമുണ്ടോ? നമ്മുടെ കിണറില് വെള്ളമുണ്ടോ? കൊടുക്കണം. നമ്മള് എന്താ കൊടുക്കാൻ നമുക്ക് മടി? നമ്മൾ പേടിക്കാല്ലേ, വെള്ളം നമ്മളെ കിണറിലെ വെള്ളം വറ്റിപ്പോകുന്നുള്ള പേടി വേണ്ട. അങ്ങനെ ഒരു പേടി വേണ്ട. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഖുൽതു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, അയ്യു സ്വദഖതി അഫ്ളൽ, ഏറ്റവും നല്ല സ്വദഖ ഏതാണ് പ്രവാചകരെ? ഖാല, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മറുപടി, സഖയുൽ മാൽ, വെള്ളം കൊടുക്കലാണ്. അപ്പൊ നിങ്ങൾ വെള്ളം ദാനം ചെയ്യലാണ് ഏറ്റവും നല്ല സ്വദഖ. വെള്ളത്തിന് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് വെള്ളം എത്തിച്ചു കൊടുക്കുക, അത് ഏറ്റവും നല്ല സ്വതം, ഏറ്റവും നല്ല പുണ്യമുള്ള കാര്യമാണ് എന്ന് പറയുക. നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ നമ്മുടെ കിണറിൽ വെള്ളമുണ്ട്, അയൽപ്പക്കത്ത് വെള്ളമില്ലെങ്കിൽ അവിടുന്ന് അവര് വെള്ളം മുക്കാനോ അല്ലെങ്കിൽ പൈപ്പിലൂടെ ഒക്കെ എടുക്കാനൊക്കെ ചോദിക്കുമ്പോ നമ്മുടെ മുഖം ചുളിയേണ്ട ആവശ്യമില്ല. ഖൈറു സ്വദഖ, ഏറ്റവും നല്ല പുണ്യമുള്ള കാര്യമാണ്. എന്തിനാണ് നമ്മൾ ആ പുണ്യം നഷ്ടപ്പെടുത്തുന്നത്? അതുകൊണ്ട് സഖിയുൽ മാൽ, വെള്ളം ദാനം ചെയ്യുക എന്നുള്ളത് ഏറ്റവും പുണ്യകർമ്മമാണ് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കണം. പ്രിയപ്പെട്ടവർ, അതോടൊപ്പം തന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വസ്തുത, നാളെ പരലോകത്ത് അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ഒന്നാമതായി കൊണ്ട് ചോദ്യം ചെയ്യപ്പെടുന്ന കാര്യം എന്താണെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇന്ന അവ്വല മാ യുസ്അലു അൻഹു യൗമൽ ഖിയാമ യഅനി അൽ അബ്ദി മിനൻ നഈമി അൻ യുഖാല ലഹു അലം നുസിഹ ലക ജിസ്മക വനുർവിയക മിനൽ മാഇൽ ബാരിദ്. നാളെ പരലോകത്ത് അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ, നിഅമത്തുകളുടെ കൂട്ടത്തിൽ ഒരു അടിമ ചോദ്യം ചെയ്യപ്പെടുമ്പോ ആദ്യമായി കൊണ്ട് ചോദിക്കുന്ന ചോദ്യം, അൻ യുഖാലു, അവരോട് ചോദിക്കും, അലം നുസിഹ ലക ജിസ്മക, നിനക്ക് നല്ല ആരോഗ്യമുള്ള ശരീരം തന്നിട്ടില്ലേ? പിന്നെയോ എന്നോട് ചേർത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, വനുർവിയക മിനൽ മാഇൽ ബാരിദ്, നല്ല ശുദ്ധമായിട്ടുള്ള സ്വച്ഛമായിട്ടുള്ള തണുത്ത വെള്ളം നിനക്ക് നൽകിയിട്ടില്ലേ? ഇതിനെ കുറിച്ച് നാളെ പരലോകത്ത് ചോദ്യമുണ്ട്. അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ഒന്നാമത്തെ ചോദ്യം ഈ വെള്ളത്തിനെ കുറിച്ചാണ് എന്ന് വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഒരു സാഹചര്യത്തിൽ, ഈ മഴ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന, മഴയില്ലാത്ത ഈ ഒരു സന്ദർഭത്തിൽ നാം ആ ഒരു ജലത്തിന്റെ വിഷയത്തിൽ വളരെ സൂക്ഷ്മത കാണിക്കുകയും അത് മഴയുള്ളപ്പോഴും സമൃദ്ധമായിക്കൊണ്ട് വെള്ളം ഉണ്ടാകുമ്പോഴും നന്ദി കാണിച്ചുകൊണ്ട് ആ വെള്ളത്തെ സൂക്ഷ്മതയോടുകൂടി ഉപയോഗിക്കുവാനും നമ്മൾ ശീലിക്കുക. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നൽ ഹംദുലില്ലാഹ് والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد. സർവ്വലോക രക്ഷിതാവും അളവറ്റ ദയാപരനുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും അവന്റെ മാർഗനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ രഹസ്യ പരസ്യ മേഖലകളിൽ സൂക്ഷിച്ചുകൊണ്ട് തക്കവുള്ളവരായി കൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ നാട്
അതിശക്തമായിക്കൊണ്ടുള്ള ചൂടിൽ മഴ ഇല്ലാത്തൊരു സന്ദർഭത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെയും പ്രവാചകൻ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസുകളിലുമൊക്കെ പഠിപ്പിച്ച മഴ ലഭിക്കുവാനുള്ള കാരണങ്ങളുണ്ട്. നമ്മൾ ആ കാരണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കണം. ഒന്നാമതായിക്കൊണ്ട് ഇതിന് മനസ്സിലാക്കേണ്ടത് അല്ലാഹുവിനോടുള്ള തഖ്വയാണ്. ഒരു തഖ്വയുള്ള ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹ് പറയുന്നുണ്ട്, വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനൂ വത്തഖൗ, ആ ഗ്രാമവാസികൾ അവർ അല്ലാഹുവിൽ യഥാവധി വിശ്വസിക്കുകയും തഖ്വയോടുകൂടി ജീവിക്കുകയും ചെയ്താൽ ലഫതഹ്നാ അലൈഹിം ബറകാതിൻ മിനസ് സമാ, ആകാശത്ത് നിന്ന് ഭൂമിയിൽ നിന്ന് അല്ലാഹു അവർക്ക് ബർക്കത്ത് നൽകും. അല്ലാഹു അവർക്ക് ബർക്കത്ത് നൽകുമെന്നാണ്. ഏതാണ് ഈ ബർക്കത്ത്? അവിടെ മഴയാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു മഴ സമൃദ്ധമായി കൊണ്ട് അവർക്ക് വർഷിപ്പിച്ചു തരുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ സൂറത്ത് അഅറാഫിന്റെ 84-ാമത്തെ വചനത്തിലൂടെ പഠിപ്പിക്കുക. അതുകൊണ്ട് ആ ഒരു തഖ്വയുള്ള ജീവിതം നയിക്കുവാൻ ഒന്നാമതായിക്കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. രണ്ടാമത്തെ കാര്യം, മഴ ലഭിക്കുവാനുള്ള രണ്ടാമത്തെ കാര്യമായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ജനതയോട് പറഞ്ഞ കാര്യമാണ്. ഫഖുൽതു ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിൽ സമാഅ അലൈക്കും മിദ്റാറാ. അല്ലേ, നൂഹ് നബി തന്റെ ജനതയോട് പറഞ്ഞത് ഫഖുൽതു ഇസ്തഗ്ഫിറൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ആത്മാർത്ഥമായി കൊണ്ട് ഖേദിച്ചു മടങ്ങണം, പശ്ചാത്തപിക്കണം. അവൻ ഏറെ പാപങ്ങൾ പൊറുക്കുന്നവനാണ്. നിങ്ങൾ അങ്ങനെ പശ്ചാത്തപിച്ചാൽ യുർസിൽ സമാഅ അലൈക്കും മിദ്റാറ, വാനലോകത്ത് നിന്ന് ഉപരിയുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് സമൃദ്ധമായിക്കൊണ്ട് മഴ വർഷിപ്പിച്ചു തരും. പ്രിയപ്പെട്ടവരെ, ചിലപ്പോ നമ്മുടെയൊക്കെ തെറ്റുകളുടെ ആധിക്യം കൊണ്ടായിരിക്കാം മഴ കിട്ടാത്തത്. നമ്മുടെ തിന്മ നിറഞ്ഞ ജീവിതത്തിന്റെ കാരണം കൊണ്ടായിരിക്കാം അല്ലാഹു മഴയെ തടഞ്ഞു വെച്ചത്. ആത്മാർത്ഥമായി കൊണ്ട് ഖേദിച്ചു മടങ്ങുകയാണെങ്കിൽ, പശ്ചാത്തപിച്ചു മടങ്ങുകയാണെങ്കിൽ അല്ലാഹു പറയുന്നു, സമൃദ്ധമായിക്കൊണ്ട് നിങ്ങൾക്ക് നാം മഴ വർഷിപ്പിച്ചു തരാം. അതുകൊണ്ട് നമ്മുടെ കാരണം കൊണ്ട് മഴ കിട്ടാത്തൊരവസ്ഥ ഉണ്ടാകരുത്. പാപം നിറഞ്ഞ പാപികളായിട്ടുള്ള ജീവിതം നയിച്ചുകൊണ്ട് നമ്മുടെ കാരണം കൊണ്ട്, എന്റെ കാരണം കൊണ്ട് മഴ കിട്ടാത്തൊരവസ്ഥ ഉണ്ടാകരുത് എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. ആത്മാർത്ഥമായി കൊണ്ട് റബ്ബിനോട് ഖേദിച്ചു മടങ്ങുക, അല്ലാഹു മഴ വർഷിപ്പിച്ചു തരും. അപ്രകാരം തന്നെ മൂന്നാമതായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, നേർമാർഗത്തിൽ നിലകൊള്ളുക എന്നുള്ളതാണ്. പരിശുദ്ധ ഇസ്ലാമിന്റെ ആ സിറാത്തുൽ മുസ്തഖീമിൽ ആരാണോ നിലകൊള്ളുന്നത് അവർക്ക് ധാരാളമായി കൊണ്ട് വെള്ളം കുടിക്കാൻ നൽകുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ജിന്നിലൂടെ അതിന്റെ 16-ാമത്തെ വചനത്തിലൂടെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്രകാരം തന്നെ പ്രിയപ്പെട്ടവരെ, നാലാമതായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് മഴയ്ക്ക് വേണ്ടിയിട്ടുള്ള നമസ്കാരം, സ്വലാത്തുൽ ഇസ്തിസ്ഖാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരപ്പെട്ടതാണ്. മഴയില്ലാത്ത കടുത്ത ക്ഷാമം ഉണ്ടാകുന്ന സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുസല്ലയിലേക്ക് ഇറങ്ങിക്കൊണ്ട്, ആ മൈതാനത്തേക്ക് ഇറങ്ങിക്കൊണ്ട് ആത്മാർത്ഥമായിക്കൊണ്ട് അല്ലാഹു ഖിബ്ലയ്ക്ക് നേരത്തെ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയും 2 റക്അത്ത് മഴയ്ക്ക് വേണ്ടിയിട്ട് നമസ്കരിക്കുകയും ചെയ്തത് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണ്. ഒരു നാട്ടിൽ ആളുകൾ തീരുമാനിച്ചുകൊണ്ട് ആ മഴയ്ക്ക് വേണ്ടിയിട്ടുള്ള സ്വലാത്തുൽ ഇസ്തിസ്ഖാ നടത്താൻ സാധിക്കുമെങ്കിൽ അത് നടത്തേണ്ടതുണ്ട്. അപ്രകാരം തന്നെ ഖുതുബക്കിടയിലുള്ള പ്രാർത്ഥനകൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഖുതുബ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു മനുഷ്യൻ കടന്നു വന്നുകൊണ്ട് പറയുന്നത്, അല്ലാഹുവിന്റെ റസൂലേ മഴയില്ല, അല്ലാഹുവിന്റെ റസൂലേ മഴയില്ല, കന്നുകാലികളൊക്കെ ഇതാ ചത്തുടങ്ങിയിരിക്കുന്നു, കൃഷികളൊക്കെ നശിച്ചിരിക്കുന്നു എന്ന്. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ വെള്ളിയാഴ്ച മിമ്പറിൽ ഖുതുബ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് വന്ന് പറഞ്ഞത്. ഉടൻ തന്നെ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആകാശത്തെ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ അഗിസ്നാ, അല്ലാഹുമ്മ അഗിസ്നാ, അല്ലാഹുമ്മ അഗിസ്നാ, അല്ലാഹുവേ ഞങ്ങൾക്ക് സമൃദ്ധമായിട്ടുള്ള മഴ വർഷിപ്പിച്ചു തരണമേ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുതുബയിൽ പ്രാർത്ഥിച്ചു. ഖുതുബയ്ക്കിടയിലുള്ള പ്രാർത്ഥന അതും ഏറെ ശ്രദ്ധേയമായിട്ടുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വെള്ളം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വെള്ളമില്ലാത്ത ഈ ഒരു സാഹചര്യത്തിൽ, മഴ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ, ഈ മഴയില്ലാത്ത ഈ ഒരു അവസരത്തിൽ നമ്മളൊക്കെ വലിയ പ്രയാസത്തിലാണ്. പല
കിണറുകളും വറ്റി തുടങ്ങി, വെള്ളമില്ലാത്ത അവസ്ഥയുണ്ട്, വെള്ളം കിട്ടാത്ത അവസ്ഥയുണ്ട്, വെള്ളത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പണം ചെലവഴിക്കേണ്ട അവസ്ഥയുണ്ട്. അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. കൃഷികൾ നശിച്ചു തുടങ്ങുന്നുണ്ട്. അപ്രകാരം തന്നെ സസ്യലതാദികളൊക്കെ അതൊക്കെ വാടി കരിഞ്ഞ് അതൊക്കെ നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ശക്തമായിട്ടുള്ള ചൂടും അതിങ്ങനെ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. അള്ളാഹുവിനോട് ആത്മാർത്ഥമായിക്കൊണ്ട് ഖേദിച്ചു മടങ്ങിക്കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുക. അല്ലാഹുമ്മ അഗ്സിനാ, അല്ലാഹുമ്മ അഗ്സിനാ, അല്ലാഹുമ്മ അഗ്സിനാ എന്നുള്ള പ്രാർത്ഥന നമ്മൾ അധികരിപ്പിക്കുക. അല്ലാഹുമ്മ സ്ഖിനാ ഗൈസൻ മുഗീസ എന്നുള്ള പ്രാർത്ഥന നമ്മൾ അധികരിപ്പിക്കുക. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഇനി സമൃദ്ധമായിക്കൊണ്ട് മഴ വർഷിപ്പിച്ച് നൽകണം നാഥാ. അല്ലാഹുവേ, ഈ ഒരു വലിയ പ്രയാസത്തിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോ ഈ വെള്ളം കിട്ടാത്ത അല്ലെങ്കിൽ വെള്ളം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അല്ലാഹുവേ, ഞങ്ങൾക്ക് സമാധാനമായിക്കൊണ്ട് നമുക്ക് ശാന്തിയായിക്കൊണ്ട് നിന്റെ റഹ്മത്ത് വാനലോകത്തു നിന്നും ഞങ്ങൾക്ക് ഇനി ചൊരിഞ്ഞു തരണം നാഥാ. അല്ലാഹുമ്മ അഗ്സിനാ, അല്ലാഹുമ്മ അഗ്സിനാ, അല്ലാഹുമ്മ അഗ്സിനാ, അല്ലാഹുമ്മ സ്ഖിനാ ഗൈസൻ മുഗീസ, അല്ലാഹുമ്മ സ്ഖിനാ ഗൈസൻ മുഗീസ, അല്ലാഹുമ്മ സ്ഖിനാ ഗൈസൻ മുഗീസ, അല്ലാഹുമ്മ അഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ إنك أنت الوهاب. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم اسقنا غيثا مغيثا، اللهم اسقنا غيثا مغيثا، اللهم اسقنا غيثا مغيثا. اللهم أغثنا، اللهم أغثنا، اللهم أغثنا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.